ഹായ് ഗൈസ്, കിസാൻ നാനോയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പരമ്പരാഗതമായി വിവിധ തരത്തിലുള്ള മത്സ്യകൃഷി, പച്ചക്കറി കൃഷി, കിഴങ്ങുവർഗ്ഗ വിളകൾ, അങ്ങനെ നെൽകൃഷികൾ, അങ്ങനെ എല്ലാ കൃഷിയും ചെയ്ത് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ സാനുവിൻ്റെ പുരയിടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളൊന്ന് നമുക്ക് ചോദിച്ചു. ഹലോ, എന്നാൽ നമുക്ക് സാനുവിനെ സ്വാഗതം ചെയ്യാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതല്ലേ? സാനുവിന്റെ കൃഷികൾ നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ കർഷകർക്കൊന്ന് ആ ട്രിക്കുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മളിവിടെ വെണ്ടത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഒരു 1000 ചോട് വെണ്ടയോളുണ്ട് നമുക്കിവിടെ. 1000 ചോട് വേണ്ട. നമ്മൾ റിക്രിയേഷൻ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ വരമ്പെടുത്ത് സാധാരണ ചെയ്യണ പോലെ ജൈവവളം കൊടുത്ത് ബെഡ് റെഡിയാക്കിയാണ് സീഡ് കുത്തിയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വെണ്ടയുടെ കൃഷി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇപ്പം വിളവെടുപ്പ് തുടങ്ങി. അത്യാവശ്യം ഇതിൻ്റെ കൂടെ ചീര ഉണ്ടായിരുന്നു. ചീരയുടെ വിളവ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളിപ്പോൾ. അപ്പൊ ഇത് രണ്ടാം കൃഷിയാണ്. ചീര വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വെണ്ട പൂവാകും. അപ്പൊ അതിന്റെ വളം, അതിന്റെ മിച്ചമുള്ള വളം ഇതിന് യൂസ് ചെയ്ത് അത്രയും കൂടി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, നമ്മൾ മാക്സിമം ലാഭം എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ ഷുഗർ ക്യൂൻ എന്നുള്ള ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചീരയും തണ്ണിമത്തനും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ചീരയുടെ വിളവ് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തണ്ണിമത്തൻ നമുക്ക് എടുത്തു തുടങ്ങാം. ഇപ്പോൾ നമുക്കിവിടെ കായായി, ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ കായ കിടപ്പുണ്ട്. ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം വിളവായി തുടങ്ങി. നമുക്ക് അടുത്ത ആഴ്ച മുതൽ വിളവെടുത്ത് തുടങ്ങി. നമ്മൾ ഇതിപ്പോൾ എത്ര ദിവസമായിട്ടുണ്ട്? ഇതിപ്പം 68 ദിവസങ്ങളായി. സാധാരണ ഒരു 65 ദിവസം എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ആയിട്ടുണ്ട്. എന്നാലും ഒത്തിരി ചെറിയ കായ കിടക്കുന്ന കാരണം ഒന്നുകൂടെ നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ കായൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പഴുത്തത് എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പൊ നമ്മള് പഴുത്തത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഇതിന്റെ അടിവശം നല്ല മഞ്ഞ കളറായി നല്ല ഒന്ന് കൊട്ടി നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതേപോലെ വരും. അതെ അതെ, നല്ല ഒന്നുകൂടെ നല്ല മഞ്ഞ ഷെയ്ഡാവും. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിപ്പോ ഒരു 50 സെന്റോളം നമ്മൾ തണ്ണിമത്തൻ ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ കുക്കുംബറാണ്. ഇത് കിരണിന്റെ ഏത് വെറൈറ്റി ആണ്? ഷുഗർ ക്യൂൻ. അതെ, ശരി. വേറെ മുക്കാസൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഇച്ചിരി ഒന്നുകൂടെ ഈൽഡ് കിട്ടുന്ന ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ ചെയ്തത്. ഇതിപ്പോ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് എത്ര രൂപ കിട്ടും? ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ 30, നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ 40 രൂപയ്ക്ക് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. വലിയ കേടില്ലാതെയൊക്കെ വിളഞ്ഞു കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തന്നെ ചെയ്തത് തോന്നും. കഴിഞ്ഞ വർഷം നമുക്ക് നന്നായിട്ട് ഈൽഡ് കിട്ടിയ ഇനമാണ്. ഇപ്പൊ ഇത് നമ്മൾ ഇപ്പൊ കുക്കുംബറിന്റെ ഏരിയയാണ് ഇവിടെ. ഇതിപ്പോ നമുക്ക് കുക്കുംബർ വിളവെടുത്ത് തുടങ്ങിയ ഇപ്പം ഇതൊക്കെ വളഞ്ഞ് എടുക്കാൻ എന്ന ഇനാണ്. സ്നോ വൈറ്റ് ആണ്. നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്ന ഇതാണ്. ഏറ്റവും കൂടുതൽ ചെലവുള്ളതും സ്നോ വൈറ്റിനാണ്. ഏറ്റവും കൂടുതൽ ചെലവാണ് ഇതാണ്. ഷുഗർകാർ കൂടുതൽ കഴിക്കുന്നത്. അതെ, ഇത് നമുക്ക് ഗ്യാസ് ട്രബിളിന്റെയും വയറ്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ, രാവിലെ വെറും വയറ്റി കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇതിപ്പം പച്ചമുളകാണ് ഈ ഏരിയയിൽ. നമ്മളിവിടെ ഇപ്പൊ ചീര വിളവെടുപ്പ് കണ്ട ഈ ഹോള് കാണുന്നതൊക്കെ നമ്മൾ ചീര പറിച്ച ആ ചീരയുടെ ആ വളർച്ച കാരണമാണ് ഇപ്പം സിറ എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ മുളകായി തുടങ്ങി. ഇനിയിപ്പോ ചീര പറിച്ച കാരണം പെട്ടെന്ന് തന്നെ മുളക് റെഡിയാവും. ഒരാഴ്ച കൊണ്ട് ഇനിയിപ്പോ റെഡിയാക്കി കിട്ടും. കാരണം ചീരയുടെ ആ ഇതെല്ലാം തിങ്ങി നിൽക്കായിരുന്നു. അപ്പൊ നമ്മൾ ചീര പറിച്ച് തീർന്നത്. അതിന്റെ ബാക്കി നമ്മൾ അരിക്ക് നിർത്തിയിരിക്കുന്ന ചീരയാണ് ഈ അവിടെ ആയിട്ട് നിൽക്കുന്നത്. അടുത്ത ഇതിനുള്ള വിത്തെടുക്കാനുള്ള ചീരയാണ്. ചീരയും കുറ്റിപ്പയറുമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ചീര ഇവിടെ എടുക്കാറായി. ഇത് നമ്മുടെ തൈക്കച്ചീരയാണ്. അതെ, പട്ടുചീര മാതിരിയുണ്ട്. ഈ പട്ടുചീര എന്ന് പറയണതാണ് ഈ തൈക്കൽ ചീര. അതെ, ഇത് നല്ല കളറായിരിക്കും. നമ്മളിപ്പോ ചോറിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല റെഡ് കളറായിട്ട് തന്നെ വരും. എത്ര ദിവസം കൊണ്ട് നമുക്ക് പറിച്ച്? നമുക്ക് ഒരു 28 ദിവസം കൊണ്ട് നമുക്ക് പറിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതല്ല, നല്ല ചെനപ്പ് കൂടുതലുണ്ടാവും. അതാണ് ഇതിന്റെ ഹൈറ്റ് കുറവായിരിക്കും. ഹൈറ്റ് ആവും. ഇതിപ്പം റെഡിയായി വന്നതേ ഉള്ളൂ. ഇത്
അത് ഇതിനകത്ത് നമ്മൾ കണിവിള വിഷുവിന് വേണ്ടിയിട്ട് വെള്ളരിയാണ് അല്ലേ? വെള്ളരി നമ്മൾ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇപ്പുറത്ത് നമ്മൾ കണിമത്തനാണ്. കണിമത്തൻ. അതെ അതെ, കണിമത്തനാണ് ഈ കണിമത്തൻ ഇപ്പൊ കായായി തുടങ്ങി. ഇപ്പൊ ഞാൻ ഇച്ചിരി ഈ ഒരു സ്ഥലം ഇച്ചിരി നേരത്തെ നട്ടതാണ്. ഇപ്പൊ കായായി തുടങ്ങി, നമുക്ക് ഇതൊരു അഡ്വാൻസ് ആയി പോയി. ഇവിടെ നമ്മള് എന്നാലും ഇത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെ കിടന്നോളൂ, നമുക്ക് കേടാകത്തില്ല. ഇപ്പൊ കായായി തുടങ്ങി. ഈ കണിമത്തന് ഈ ഒരു മഞ്ഞ കളർ ഉണ്ടാവുക? അതെ അതെ, ഇത് കണി നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് ചെയ്യണ പ്രത്യേകതനാണല്ലേ? അതെ അതെ. ഇപ്പം സാധാരണ ഇത് കണി വെക്കാൻ വേണ്ടി മൈസൂർ മത്തൻ കൊണ്ട് വന്ന സാധനമാണ്. അപ്പൊ ഇത് വലിപ്പം കൂടിയ ഇത് കണിക്കെടുക്കല്ലേ? വലിപ്പം നമ്മൾ സാധാരണ ഒരു കണി വെക്കണ ചെറിയ പാത്രത്തിലായിരിക്കും, അത് ആ എല്ലാ ഐറ്റവും വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്യുന്ന. ഇതൊരു 1/2 കിലോ ഉള്ള 1 കിലോയ്ക്ക് താഴെയുള്ള അതിനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പൊ ഒരെണ്ണത്തിന് എത്ര രൂപയൊക്കെ കിട്ടും? ഒരെണ്ണത്തിന് നമ്മള് കിലോ ഇത് 50-60 രൂപ. അല്ല, കിലോ തൂക്കമാണോ അതോ ഒരെണ്ണത്തിന്റെ വിലയാണോ? അല്ല, കിലോ തൂക്കമായിട്ട് നമ്മള് വിൽക്കുമ്പോ അങ്ങനെ ചെയ്യുന്നത്. നമ്മള് നിക്കുന്നത് പൊട്ടുവളരിയുടെ പാടം. കാരണം ഇതുണ്ട്, ഇതിപ്പോ കായായി നമ്മളിപ്പോ വിളവ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊട്ടുവളരിയാണ്. ഇതിപ്പോ 2-3 ദിവസം കഴിയുമ്പോ ഇതാവും. ഇപ്പൊ ഇതല്ല എല്ലാം നല്ല അത്യാവശ്യം ഒരു 2 കിലോളം വരുന്ന സൗണ്ട്. ഇതായിട്ടില്ല, ആയി വരുന്നത് നല്ല സൗണ്ട് കേട്ടല്ലേ. അപ്പുറത്ത് കിടപ്പുണ്ട്, ഇതൊക്കെ ആയതാണ്. ഈ കായ ഏകദേശം ആയിട്ട് കണ്ട സൗണ്ട് കണ്ട. അപ്പൊ നമുക്ക് ഈ വാഴയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. എത്ര സൈസ് വാഴകളുണ്ട്? ഇപ്പൊ ഇവിടെ നമുക്ക് ഞാലിപ്പൂനുണ്ട്, റോബസ്റ്റ് ഉണ്ട്, കപ്പക്കാളി ഉണ്ട്, പടറ്റിയുണ്ട്, പിന്നെ നമ്മുടെ കദളിയുണ്ട്. അങ്ങനെ ഒരു 5-8 ഇനം വാഴ നമുക്ക് നമ്മള് റോബസ്റ്റും കപ്പക്കാളിയാണ് നമ്മള് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോണ സാധനങ്ങളാണ്, ഒന്നും കാണാനില്ല. ഇപ്പം നമുക്ക് നല്ല സെയിലുള്ള എത്ര വാഴ വലിച്ചിട്ടുണ്ടാവും? ഇപ്പൊ നമുക്ക് 10-200 വാഴ കപ്പക്കാളി ഉണ്ടെങ്കിലും ഇപ്പൊ ഒരു 50-60ഓളം വാഴ ഇപ്പൊ നമുക്ക് കൊലച്ച് നിൽക്കും. ഇതേത് വെറൈറ്റി ആണ്? അത് റോബസ്റ്റ് ആണ്. ഇതും അതുപോലെ തന്നെ ഒരു 50 റോബസ്റ്റോളം ഇപ്പൊ കൊലച്ച് നിൽക്കുകയാണ്. 100-അടുത്ത് റോബസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് അതൊക്കെ നമുക്ക് മെച്ചൂർ ആകുമ്പോ എത്ര കിലോ? ഇത് നമുക്കൊരു 12-15 തൊട്ട് ഒരു 20-28 വരെ കാണും അല്ലേ? അത്രയും. ഇതൊക്കെ നമുക്കൊരു ഇപ്പൊ ഒരു 12 കിലോയെ വരുള്ളൂ, 12-15 കിലോ വരുള്ളൂ. വലിയ പോലെ ഉണ്ട്. ഇതൊന്നും നമുക്ക് വിറ്റ് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോകും, നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ മറ്റേ ബസ് സ്റ്റാൻഡ് നമ്മുടെ കടയിലൂടെ. സാധാരണ ഈ പിന്നെ നമ്മുടെ കപ്പക്കാളി കുല എത്ര മാസം കൊണ്ടൊക്കെ കുലയ്ക്കും? നമുക്ക് 8 മാസം കൊണ്ട് ഇത് കുലയ്ക്കും. നമ്മൾ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ 8-ാം മാസം നമുക്ക് ഒരു 7 മാസം കൊണ്ട് വാഴ കുലക്കും. 2 മാസം കൊണ്ട് നമുക്ക് 10 മാസത്തിൽ പരിപാടി വരും. 2.5 മാസം കൊണ്ട് നമുക്ക് കുല കിട്ടും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു 10-22 കിലോ 25 അത്ര വിളഞ്ഞു വരുമ്പോൾ അത്ര വരും. ഇതൊക്കെ അത്യാവശ്യം നല്ല റോബസ്റ്റ് നല്ല അത്യാവശ്യമായിട്ടൊക്കെ. ഇതിപ്പോ നമ്മള് കൊലച്ചതേ ഉള്ളൂ. ഇപ്പൊ ഒരു മാസം കഴിയുമ്പോ ഇത് രീതി മാറും. നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മള് നാച്ചുറൽ ആയിട്ട് വളം മാത്രമേ നമ്മൾ കൊടുക്കൂ. നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എന്നുള്ള വളവും പിന്നെ നമ്മൾ ഇത്ര ചൂട് കൂടുതലാണ് എല്ലാത്തിന്റെയും ചവിട്ടി നമ്മൾ പൊതയിട്ടേ അത്യാവശ്യം നമുക്ക് 1-2 നനം മുടങ്ങിയാലും അത്യാവശ്യം പിടിച്ചിരിക്കുക. നമ്മൾ സമ്മിശ്ര വളപ്രയോഗമാണോ നടത്തുന്നത്? അതെ, രാസവളവും ജൈവവളവും കൂടെ കൂട്ടിച്ചേർത്തുള്ള രീതിയാണ്. അതോ രാസവളം നമ്മൾ അങ്ങനെ അധികം നമ്മുടെ മണ്ണിൽ കൊടുക്കാൻ പറ്റാത്ത നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ നല്ല വെള്ളത്തിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വെച്ചിരിക്കുന്ന ഇതേ വാഴയൊക്കെ ഇത് പിന്നെ കപ്പക്കാളി തന്നെയാണ്. ഇത് കപ്പക്കാളി തന്നെ. അപ്പൊ ഇത് ഏത് വെറൈറ്റി കപ്പയാണിത്? ഇത് നമുക്ക് ഇത്തവണം KVK എന്നൊരു ഡെമോ ചെയ്യാനായിട്ട് തന്ന കപ്പന. എൻ്റെ പേര് മറന്നുപോയി. അപ്പം നമ്മൾ വാഴയുടെ സൈഡിലൊന്ന് ചുമ്മാ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഒരു കുറച്ച് കപ്പ കമ്പ് വന്നിട്ട് നമ്മൾ വെച്ചാൽ അത്യാവശ്യം വളർച്ച കുഴപ്പമില്ല. ഞാൻ 2 എണ്ണം നിർത്തിക്കൊണ്ട് കളയേണ്ടതാണ്. ഞാൻ കളഞ്ഞോന്നില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ എലിശൈലിയുള്ള കാരണം അങ്ങനെ വെച്ചില്ലായിരുന്നു. ഓപ്പണില് അങ്ങനെ വെച്ചില്ല. ഇതിപ്പം എന്തായാലും കുഴപ്പമില്ല, നിലവിലൊന്നും എലിയുടെ ശൈലി വന്നിട്ടില്ല. അപ്പൊ ഈ പ്രിസിഷൻ മൾച്ചിങ് ഷീറ്റിട്ട് പ്രിസിഷൻ ഫാമിംഗ് ചെയ്ത് കൂടായിരുന്നു ഈ കപ്പ? അപ്പൊ കുറച്ചുകൂടി നമ്മളൊരു വലിയ വോളിയത്തിൽ ചെയ്തതല്ല. നമ്മൾ ആ ഒരു ഡെമോ തന്നതിന്റെ ഒന്ന് കുറച്ച് 10 കമ്പ് തന്നതിൽ നോക്കിയതാ. ശരി, ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മുടെ ഇത് റെഡ് ലേഡിയാണ്. റെഡ് ലേഡിയ നമ്മള് അപ്പുറത്ത് നമുക്കൊരു 5-10 വലുത് നേരത്തെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാനൊരു 200 എണ്ണത്തോളം വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചൂട് കാരണമാണ് ഇപ്പൊ ഈ ഇല ഇത് കണ്ട എന്നാലും അത്യാവശ്യം വളർച്ച കുഴപ്പമില്ലാത്ത രീതി വരുന്നുണ്ട്. നമ്മൾ ഓപ്പണില് ആണ് മൊത്തം നനയും കാര്യങ്ങളും എല്ലാം ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ
റെഡ് ലേഡി പപ്പയാണ് കൂടുതൽ ഈൽഡ് കിട്ടുന്ന റെഡ് ലേഡിയാണ്. നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം കിട്ടും. ഇതിപ്പോ നമ്മൾ ഒരു കൃഷി ഇതിപ്പോ റെഡ് ലേഡിയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മാസം നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ സാധിക്കും? നമുക്ക് അത് ചെടി ആദ്യത്തെ ആ നല്ല രീതിയിൽ ചെടി കിട്ടിയാണെങ്കിൽ നമുക്ക് ഒരു എങ്ങനെയായാലും ശരി നമുക്ക് ഒരു വർഷം നല്ല വിളവ് കിട്ടും. അല്ല ഒരു വർഷം അല്ല വിളവ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ അതിനുള്ളിൽ ഇതിന് രോഗം വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഈ ചെറുമണ്ണിൽ വെച്ചിരിക്കുന്ന കാരണം കൃത്യമായിട്ട് ചിലപ്പം നോക്കാൻ പറ്റാതെയൊക്കെ വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇത്, പക്ഷെ ആദ്യത്തെ ഒരു നല്ലൊരു പിടുത്തം കിട്ടിയാൽ തന്നെ നമുക്ക് ലാഭമാണ്. ആദ്യത്തെ പിടുത്തത്തിൽ തന്നെ നമുക്ക് എന്തായാലും നമുക്ക് മുടക്കമുതലേ ലാഭം കിട്ടും. ഈ റെഡ് ലേഡി പപ്പായുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ വിളവെടുക്കാം. കാരണം ഒരു 3 വയസ്സുള്ള കൊച്ചാണെങ്കിൽ തന്നെ അവന് കയ്യെത്തി പഠിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇപ്പൊ ഇതുമേ തന്നെ കിടന്ന് പഴുക്കുകയാണ്. കിടന്ന് പഴുക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഷെയ്ഡ് വീഴുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത്. കാരണം പഴുത്ത പപ്പായ്ക്ക് ഒരു ഒത്തിരി ഡിമാൻഡാണ്. നമ്മുടെ കടയിൽ പെട്ടെന്ന് നമുക്ക് പോകും ഷോപ്പിൽ. കാരണം ഒത്തിരി ആവശ്യക്കാരുണ്ട്. ഇത് പച്ചയായിട്ടൊക്കെ പോകാറുണ്ടോ? പച്ചയായിട്ട് പോകാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വെക്കുന്നത് പഴുത്തതായിട്ടാണ്. കാരണം പച്ച എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വാടി പോകാൻ സാധ്യതയുണ്ട്. അഥവാ ജസ്റ്റ് ഒന്ന് പോകാതെ വരികയാണെങ്കിൽ. പഴുത്താണെങ്കിൽ ആ കളർ മാറുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് നമ്മുടെ നാടൻ പപ്പായയിൽ നിന്ന് വ്യത്യാസം വെച്ചാൽ നാടൻ പപ്പായ പഴുത്ത ഉടനെ അത് അവിഞ്ഞ് വരുമല്ലോ. ഇവനങ്ങനെയല്ല. പഴുത്ത് കഴിഞ്ഞാൽ അവൻ അത് സ്ട്രോങ് ആയിട്ട് കുറച്ചിരിക്കും, 2-3 ദിവസം ഇരിക്കും. അത് കാരണം എല്ലാവർക്കും ഉപയോഗിക്കാം. ചിലർക്ക് ഒരുപാട് പഴുത്ത ഇഷ്ടമല്ല. അപ്പൊ ഈ നമ്മളിത് ഹൈബ്രിഡ് വിത്താണോ കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇത് റെഡ് ലേഡി ആയിട്ടാണ്, ഹൈബ്രിഡ് ആണല്ലേ. നമ്മള് പരമ്പരാഗത വിത്ത് അങ്ങനെ വിത്ത് പപ്പായ നമുക്കുണ്ട്. സാനു, ഈ കുളത്തിൽ ഏതെല്ലാം സൈസ് മീനുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? ഇതിനകത്ത് സിലോപ്പി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്, നമ്മുടെ ഗൗരാമി ഉണ്ട്. ഇപ്പൊ വിളവെടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിലാണോ? അതെ. ഇപ്പം ഇത് അത്യാവശ്യം വലുതായി കിടക്കുന്ന സമയമാണ്. ഗൗരാമിയുണ്ട്, സിലോപ്പി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്. നമ്മൾ അത്യാവശ്യം നാടൻ വരാലിനെ കുറച്ചിട്ടുണ്ട്. കാരണം ഈ സിലോപ്പി ഒരുപാട് വരുമ്പോഴത്തേക്ക് നമ്മൾ 5-6 വരാലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ കൺട്രോൾ ആക്കുകയും ചെയ്യും. അത്യാവശ്യം നമുക്ക് വരാൽ കിട്ടുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് വരാൽ കൃഷിയിലാണ്. വരാൽ കൃഷിയാണ് കൂടുതൽ. നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മള് ഇപ്പൊ എല്ലാരും മീൻ വളത്തിൽ നിർത്തി വരികയും. കാര്യം ആദ്യം ഒരിടക്കം എല്ലാരും തുടങ്ങി. അപ്പൊ ഇത് ചെലവിന് ഇച്ചിരി പ്രശ്നമൊക്കെ വന്ന്. പക്ഷെ നമ്മൾ ആ ഒരുപാട് ചെലവില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് പോണ കാരണം നമുക്ക് അത്യാവശ്യം നമ്മൾ ആരെങ്കിലും വരിക അന്നേരം വീശി കൊടുക്കും. അങ്ങനെയൊക്കെ പോണ കാരണം കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ 1 കിലോ ചെമ്പല്ലിക്ക് എത്ര രൂപയുണ്ട്? 1 കിലോ ചെമ്പല്ലിക്ക് നമ്മൾ 250, സിലോപ്പിക്ക് 200. വരാലിനാണെങ്കിലോ? വരാലിന് 400 നാടൻ വരാല. അപ്പൊ ഇതുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് സാധനം പോകുന്നുണ്ട്. നമ്മൾ ആവശ്യക്കാർ തിരക്കി വന്ന് വാങ്ങിച്ചോണ്ട് പോവുകയും. ഇതിപ്പോ ഇത് ഹൈബ്രിഡ് പിന്നെ ഇത് നമ്മളിവിടെ വിരിഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മൾ വേറെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടാറില്ല. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചെറിയൊരു ഇതേമാതിരി ഇപ്പൊ പാടത്തിന്റെ നടുക്കാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കും ചെയ്യാൻ സിമ്പിൾ. കണ്ട, ഈ കുളം വെട്ടി നല്ലപോലെ വല വലിച്ചു കെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പുതിയ മീൻ കുഞ്ഞുങ്ങളെ ഇടുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി ഇട്ടിരിക്കുകയാണിത്. കണ്ടില്ല, കപ്പക്കാളി കുലയാണ് നിരപ്പ് കണ്ട വലുതായി കിടക്കുന്നത്. എല്ലാം നല്ല വിളവായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ചൊരിമണലാണിത്. ചൊരിമണലിൽ പാടത്ത് നിന്ന് വരമ്പ് കോരി ഇത്രയും ഹൈറ്റിൽ വരമ്പ് കോരിയിട്ട് ആ വരമ്പിന്റെ പുറത്താണ് വാഴ വെച്ചിരിക്കുന്നതും തെങ്ങിൻ തൈ വെച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ ഇതിനിടക്ക് വേറെ വഴുതിന, അങ്ങനെ ഒരുപാട് പുതിയ വെറൈറ്റി കൃഷികൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃഷിയോട് കൂടുതൽ താല്പര്യവും അതുപോലെ തന്നെ അധ്വാനിക്കാൻ എന്നുള്ളൊരു മനസ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും കൃഷി നമുക്ക് നന്നായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ സാനുവിന്റെ കൃഷി നമ്മൾ ഈ പ്രദേശം മൊത്തം കണ്ടതാണ്. ഏതാണ്ട് പുള്ളിക്കാരൻ ഒരു 7 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സ്ഥലത്തെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം തന്നെ നല്ലൊരു പിന്നെ കുക്കുംബർ ചെയ്തിട്ടുണ്ട്, കണി വെള്ളരി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ കൃഷിയൊക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനവും അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം, അതിൻ്റെ ഒരു എനർജി, ഇതൊക്കെ ഇത്ര വിജയിപ്പിച്ച് കൊണ്ടുപോകണത് ഇത് എങ്ങനെയാണ്? നമ്മള് കഞ്ഞിക്കുഴിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പി സ്വാതന്ത്ര്യത്തിന്റെ കാലം തൊട്ട് തന്നെ നമ്മള്
പരമ്പരാഗതമായി കൃഷി ചെയ്ത് ചെയ്തു പോരുന്നതാണ്. അപ്പൊ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെതും കൃഷി വകുപ്പിന്റെയും സപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ്. കാരണം മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥരായാലും ഇപ്പൊ പഞ്ചായത്തിൽ നിന്നാലും സന്തോഷേട്ടനെ നമുക്ക് എടുത്തു പറയാം. പഞ്ചായത്തിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം ഒരു കർഷകനെ സംബന്ധിച്ചോളം അതിനോട് ഉന്താനം ഉണ്ടെങ്കിൽ അത് ഭയങ്കര കയറിപ്പോകും. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, പേരെടുത്ത് തന്നെ പറയേണ്ടി വരും. അത്ര സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവർ കൃഷി വകുപ്പിന്റെ നമ്മൾ എന്ത് കാര്യം പറയാൻ വലിയ ഒരു സഹകരണം നമുക്ക് ഭയങ്കര വലുതാണ്. പിന്നെ നമുക്ക് വിപണനത്തിന് ഞാൻ പറയല്ല, കൃഷി വകുപ്പിന്റെ ഔട്ട്ലെറ്റിലൂടെയാണ്, പഞ്ചായത്തിന്റെ കൃഷി വകുപ്പിന്റെ ഒരു സഹകരണത്തോടെ നമ്മൾ ഏകദേശ ക്ലസ്റ്ററിന്റെ ഔട്ട്ലെറ്റിലൂടെയാണ് നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ള കർഷകരെ മറ്റുള്ള പഞ്ചായത്തിന്റെയൊക്കെ സാധനം നമ്മളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിപണനത്തിനൊരു പ്രശ്നമില്ല. പിന്നെ സനുവിന് അവാർഡ് ഒരുപാടൊക്കെ കിട്ടിയെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഏതൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്? നമുക്ക് PP സ്വാതന്ത്ര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ആത്മയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സരോജിനി സരോജിനി ഫൗണ്ടേഷൻ അത് ജില്ലാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ജില്ലാ അവാർഡ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ 2022-23 മികച്ച പച്ചക്കറി കർഷകനാണ് സംസ്ഥാന അവാർഡ്. അല്ലാതെ ചെറിയ ചെറിയ അവാർഡ് ഒത്തിരിയുണ്ട്. എന്നാലും നമ്മൾ എടുത്തു പറയത്തക്ക അവാർഡുകൾ ഇത്രയും അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരി, ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. സാനുവിന്റെ വിഭവസമൃദ്ധമായ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.